രമ, ശ്രീ എൻ പി ചേക്കുട്ടി, ഇവിടെ കെ രമ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാന കാര്യം, അത് ഒരു തിരുത്തൽ ശക്തിയായി CPI മാറണം. LDF സംവിധാനം ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ഒരു ദൗർബല്യമുണ്ട്. ഏതൊക്കെ കേന്ദ്രങ്ങളിൽ വോട്ട് ചേർന്നു എന്നുള്ളത് പ്രധാനമായും ചർച്ച ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ മലബാർ മേഖലയിലൊട്ടാകെ കണ്ണൂരിലും വടകരയിലും കോഴിക്കോട്ടുമൊക്കെ ആ പാർട്ടിക്ക് സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്തു. ഇപ്പോൾ 1.5 ലക്ഷം വോട്ടിന് തോറ്റ എളമരം കരിമാണോ 11,000 വോട്ടിന് വിജയിച്ച അമ്പലപ്പുഴയിലെ തോൽവി അന്വേഷിക്കാൻ എന്ന് ന്യൂസ് 18നോടാണ് ജി സുധാകരനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പറയുന്നത്. അങ്ങനെ ഓരോരുത്തരും ചോദ്യം ചെയ്യാതിരുന്നവർ പോലും പാർട്ടി സംവിധാനത്തെ ചോദ്യം ചെയ്ത പശ്ചാത്തലം ഉണ്ടായിട്ടും അത് എന്തുകൊണ്ട് എന്ന് പരിശോധിക്കാൻ വളരെ കൃത്യമായി ആ സംവിധാനം തയ്യാറാകേണ്ടതല്ലേ? CPIയുടെ ഈ നിലപാട് ഏത് തരത്തിൽ LDF സംവിധാനത്തിൽ മാറ്റം വരുത്തും? അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അത്ര ഗൗരവത്തോടുകൂടി LDF സംവിധാനമോ അല്ലെ CPM സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ആക്ച്വലി എലക്ട് ചെയ്യപ്പെട്ടൊരു സെക്രട്ടറി ഒന്നുമല്ല. അദ്ദേഹം പാർട്ടി സംവിധാനത്തിനകത്ത് കമ്മിറ്റിയിലൂടെ താൽക്കാലികമായിട്ട് സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നതാണ് ഒരു മരണം ഉണ്ടായ സമയത്ത്, കാനം രാജേന്ദ്രൻ മരിച്ച സമയത്ത്. അപ്പോൾ ആ പാർട്ടിയിലും CPMലും ഈ വർഷാവസാനത്തോടുകൂടി അവരുടെ സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ അവരുടെ സമ്മേളനങ്ങൾ എന്ന് വെച്ചാൽ അടിത്തറ മുതൽ മുകളിൽ വരെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് തീർച്ചയായും ബിനോയ് വിശ്വത്തിന് സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വരണമെങ്കിൽ പാർട്ടിക്കകത്ത് ശക്തമായിട്ടുള്ള ഒരു വോയിസ് ആണ് അദ്ദേഹത്തിന് വരുത്തേണ്ടതുണ്ട്. നേരത്തെ വിളിയം ഭാർഗവന്റെയും അതിനുശേഷം പിന്നെ നമ്മൾ ചന്ദ്രപ്പന്റെയും കാലത്ത് അങ്ങനെ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ലീഡർഷിപ്പ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. പിന്നീട് ആദ്യകാലത്ത് കാനം രാജേന്ദ്രൻ അങ്ങനെയൊക്കെ കാണിച്ചെങ്കിലും പിന്നീട് കാനം രാജേന്ദ്രൻ എങ്ങനെയാണ് പെരുമാറിയത് എന്നുള്ളത് നമുക്ക് മുമ്പിൽ ഉണ്ട്. ആ പാരമ്പര്യമാണ് ഇപ്പൊ തുടർന്ന് വരുന്നത്. കാനം രാജേന്ദ്രൻ നോമിനി എന്ന നിലയിലാണ് ബിനോയ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഇമേജിൽ നിന്ന് യഥാർത്ഥത്തിൽ CPMന്റെയും പിണറായി വിജയന്റെയും പിന്നെ മുമ്പിൽ താണുകേട് നിൽക്കുന്ന ഒരു ലീഡർഷിപ്പാണ് CPIയുടേത് എന്ന പൊതുവിലുള്ള ഒരു ഇമേജിൽ നിന്ന് മാറാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നടത്തിയിരിക്കുന്ന ഒരു പ്രഖ്യാപനമായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണൂ. അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഈ പാർട്ടി CPIക്ക് തിരുത്താൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള നിരവധി സന്ദർഭങ്ങളുണ്ടായിരുന്നു. അന്നൊന്നും അവരത് ചെയ്തിട്ടില്ലല്ലോ. അവരുടെ ലീഡർഷിപ്പിലാണ് ഈ മരംവെട്ടും കച്ചവടമൊക്കെ നടന്നിട്ടുള്ളത്. അവരുടെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ചേർന്ന് നിർത്തിയിട്ടാണല്ലോ ആ നിയമം ആകെ മട്ടിമറിച്ച് പിന്നെ വയനാട്ടിലെ വരം വെട്ടി തെക്കോട്ട് കൊണ്ടുപോകാൻ സാധിച്ചുള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊന്നും ഒരു തിരുത്തലിന് അവർ അന്ന് തയ്യാറായിട്ടില്ല, പിന്നീട് തയ്യാറായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ CPI ഒരു തിരുത്തൽ ശക്തിയായിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും യഥാർത്ഥത്തിൽ പിന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഈ നയമാറ്റങ്ങൾ ഇത്തരം നമുക്കറിയാം, നേരത്തെ കെ രമ പറഞ്ഞതുപോലെ വെളിയം ഭാർഗവന് ശേഷം പിണറായി വിജയന് നേരെ സംസാരിക്കാൻ അല്ലെങ്കിൽ CPMന് നേരെ സംസാരിക്കാൻ, CPMനെ ചോദ്യം ചെയ്യാൻ ഒരു സംസ്ഥാന സെക്രട്ടറി CPIക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കെ രമ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അവിടെ ഇങ്ങനെ ഇത്തരം ചോദ്യങ്ങൾ ഉയരുമ്പോൾ ആദ്യകാലത്ത് ആദ്യകാലത്തുണ്ടായിരുന്നു, പക്ഷെ കാനത്തിന്റെ ഒക്കെ ശബ്ദം അത്രത്തോളം ശക്തമായിരുന്നുള്ളതാണ്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ശ്രീ ചേക്കുട്ടി, ഈ കണ്ണൂരിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ബന്ധുക്കളെ ആകെ വേദനിപ്പിക്കുന്നു. ഈ കയ്യൂരിന്റെയും കരിവള്ളൂരിന്റെയും തില്ലങ്കേരുടെയും പാരമ്പര്യമുള്ള മണ്ണാണ്. അവിടെ സ്വർണം പൊട്ടിക്കുന്നതിന്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിന്റെയും കഥകൾ പുറത്തുവരുന്ന ചെങ്കൊടിക്ക് അപമാനമാണ്. ഈ സമീപ ദിവസങ്ങളിലായി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അത് ഏതു കേന്ദ്രങ്ങളിലേക്കാണ് ചെന്നെത്തുന്നത് എന്നുള്ളത് രാഷ്ട്രീയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേവലം ഈ പറഞ്ഞൊരു മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ മാത്രമല്ല, നമ്മൾ സമീപകാലത്ത് കണ്ട ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ, കൊട്ടേഷൻ ക്രിമിനൽ സംഘങ്ങളെ രക്ഷിക്കാൻ നടത്തിയ ശിക്ഷാളി നടത്തിയ ശ്രമങ്ങൾ പോലും രാഷ്ട്രീയ കേരളം അത്ഭുതത്തോടുകൂടിയാണ് ഈ ഭരണ സംവിധാനത്തിന്റെ പിൻബലത്തിൽ ഇങ്ങനെ ചെയ്ത് നോക്കിക്കണ്ടത്. അങ്ങനെ നിരവധിയായ ആരോപണങ്ങൾക്കിടയിലാണ് മനം മടുത്ത ഒരു സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. അല്ല, ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഇന്നലെയൊന്നുമല്ലല്ലോ കേരള രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ളത്. ബിനോയ് വിശ്വം എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു പ്രസ്താവന എടുത്തത്? എന്തുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് പാർട്ടിയിലെ പ്രശ്നങ്ങളുണ്ട്. ചന്ദ്രശേഖരൻ വാദത്തിന് ശേഷം വളരെ ഓപ്പൺ അല്ലേ ഇതെല്ലാം. ഗുണ്ടകളെ വെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, കൊട്ടേഷൻ അംഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളിയൊക്കെ നേരിടുന്നത്, ഈ കൊട്ടേഷൻ ഇതിന്റെ തന്നെ ഈ സ്വർണം പൊട്ടിക്കലിന്റെ വിഷയം തന്നെ ഇവിടെ രാമനാട്ടുകരയിൽ 5 പേരുടെ ഒരു ആക്സിഡന്റ് എന്ന് പറയുന്ന കൊലപാതകത്തിൽ അന്ന് സ്റ്റാർട്ട് ചെയ്താലല്ലേ ഈ അയങ്ങി പ്രശ്നവും മറ്റുമല്ല, തില്ലങ്കേരി പ്രശ്നവും ഒന്നും നിലയും തുടങ്ങിയല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പം പിന്നെ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു വെളിവുണ്ടായത്?
അദ്ദേഹത്തിന്റെ പിന്നെ പ്രസ്താവനയുടെ ക്രെഡിബിലിറ്റി എനിക്ക് അത്ര ബോധ്യപ്പെടുന്നില്ല. കേരളീയ സമൂഹത്തിലെ ആർക്കെങ്കിലും അത് ബോധ്യപ്പെടുന്നുണ്ടാവും എനിക്ക് അറിയില്ല. കാരണം അത് എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥതയുള്ള ഒരു പ്രതികരണമായിട്ട് ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ന് വരെ CPI ഈ വിഷയത്തിൽ CPM തിരുത്താൻ, സർക്കാരിനെ തിരുത്താൻ ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല. അതാണ് കാനൻ രാജേന്ദ്രൻ സെക്രട്ടറി ആയതിനു ശേഷം അതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ബിനോയ് ഇപ്പൊ പറയുന്നതൊന്നും ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്ന് ഞാനാണ് നേരത്തെ പറഞ്ഞത്. അത് തന്നെയാണ് എന്റെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ. അതാണ് അവരുടെ പ്രസ്താവനകൾക്ക് വലിയ വില കൊടുക്കാൻ കഴിയില്ല. ശരി.